त्रैलोक्यं भावयन्तं त्रिगुणमयमिदं त्रक्षरस्यैकवाच्यम् त्रीशानामैक्यरूपम् त्रिभिरभिनिगमैर्गीयमानस्वरूपम् तिस्रोऽवस्थाविदन्तं त्रियुगजनिजुषं त्रिक्रमाक्रन्दविश्वम् त्रैकाल्ये भेदहीनं त्रिभिरहमनिशं योगभेदैर्भजे त्वाम् सत्यं शुद्धं विबुद्धं जयति तव वपुर्नित्यमुक्तं निरीहं निर्द्वन्द्वं निर्विकारं निखिलगुणगणव्यञ्जनाधारभूतम् निर्मूलं निर्मलं तत् निरवधि महिमोल्लासि निर्लीनमन्द निस्सङ्गानां मुनीनां निरुपमपरमानन्दसान्द्रप्रकाशम् दुर्वारं द्वादशारं त्रिशतपरिमिलषष्टिपर्वाभिवीतम् सम्भ्रम्यात् क्रूरवेगम् क्षणमनुजगदाचित्यसन्धावमानम् चक्रं ते कालरूपं व्यदयतु न तु मां त्वत्पदैकावलम्बम् विष्णो कारुण्यसिन्धो पवनपुरपदे पाहि सर्वामयौघा. ശ്ലോകം 9. ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിതം ത്രൈക്ഷരസ്യേകവാച്യം ത്രീശാനാമൈക്യരൂപം ത്രിഭിരഭി നിഗമേർ ഗീയമാനസ്വരൂപം തിസ്രോവസ്ഥാവിദന്തം ത്രിയുഗജനിജുഷാം ത്രിക്രമാക്രാന്തവിശ്വം ത്രൈകാല്യേ ഭേദഹീനം ത്രിഭിരഹമനിശം യോഗഭേദേർഭജേ ത്വാം. ത്രിഗുണമയം സത്വരജോ തമോ ഗുണരൂപമായ ഇതം ത്രൈലോക്യം ഈ 3 ലോകങ്ങളും ഭാവയന്തം സൃഷ്ടിക്കുന്നവനും ത്രൈക്ഷരസ്യ ഏകവാച്യം ത്രക്ഷരത്തിൻ്റെ അല്ലെങ്കിൽ പ്രണവത്തിൻ്റെ അല്ലെങ്കിൽ ഓങ്കാരത്തിൻ്റെ ഒറ്റ അർത്ഥമായവനും ത്രീശാനാം ഐക്യരൂപം 3 ഈശ്വരന്മാരുടെ അല്ലെങ്കിൽ ത്രിമൂർത്തികളുടെ ഏകീഭവിച്ച രൂപമുള്ളവനും ത്രിഭി നിഗമേ അഭി ഗീയമാന സ്വരൂപം 3 വേദങ്ങളാലും പാടപ്പെടുന്ന സ്വരൂപമുള്ളവനും തിസ്ര അവസ്ഥ 3 അവസ്ഥകൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ അവസ്ഥകളെ വിദന്തം അറിയുന്നവനും ത്രിയുഗ ജനിജുഷ 3 യുഗങ്ങളിലും ജനനം സ്വീകരിച്ചവനും ത്രിക്രമാക്രാന്ത വിശ്വം 3 അടി കൊണ്ട് ലോകത്തെ അളന്നവനും ത്രൈകാലിയെ 3 കാലങ്ങളിലും ഭേദഹീനം ഭേദമില്ലാത്തവനുമായ ത്വാം അഹം നിന്നെ ഞാൻ ത്രിഭി യോഗഭേദേ 3 യോഗങ്ങൾ കൊണ്ട് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നിവയാൽ അനിശം ഭജേ എല്ലായ്പ്പോഴും ഭജിക്കുന്നു. 3 എന്ന സംഖ്യയുമായി ബന്ധപ്പെടുത്തി വിഷ്ണു ഭഗവാന്റെ വിഭൂതികളെ ഈ ശ്ലോകത്തിൽ അവതരിപ്പിക്കുന്നു. സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങൾ, ഭൂസ്വർഗപാതാളങ്ങൾ എന്ന 3 ലോകങ്ങൾ. ഇവയിൽ സ്വർഗം സത്വഗുണപ്രധാനമാണ്, ഭൂമി രജോ ഗുണപ്രധാനമാണ്, പാതാളം തമോ ഗുണപ്രധാനമാണ്. ത്രിഗുണാത്മകമായ ഈ 3 ലോകങ്ങളെയും സൃഷ്ടിച്ചത് ഭഗവാന് ആണ്. പ്രണവം ആ ഉ മാ എന്നീ 3 അക്ഷരങ്ങൾ ചേർന്നുണ്ടായതാണ്. അതിനാൽ ഇതിനെ ത്രക്ഷരി എന്ന് പറയുന്നു. പ്രണവം ബ്രഹ്മവാചിയാണ്. ബ്രഹ്മചൈതന്യം തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളായ പ്രവർത്തനങ്ങൾക്കു വേണ്ടി 3 മൂർത്തികളായിട്ട് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്ന് തിരിഞ്ഞിരിക്കുന്നു. പക്ഷേ ത്രിമൂർത്തികൾ ഒത്തുചേർന്നതാണ് ഭഗവാന്റെ സ്വരൂപം. ഋക്ക് യജുസ് സാമം എന്നീ 3 വേദങ്ങൾ ഇവ 3ഉം കീർത്തിക്കുന്നത് ഭഗവാനെ മാത്രമാണ്. ജീവിതത്തിൽ 3 അവസ്ഥകളാണുള്ളത്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന്.
തിസ്രോവസ്ഥാവിദന്തം എന്ന പ്രയോഗമാണ് ഈ മൂന്നവസ്ഥകളെയും അറിയുന്നവനാണ് ഭഗവാൻ എന്ന് അറിയുന്നവനായിട്ട് ഭഗവാനെ അവതരിപ്പിക്കുന്നു. കൃതയുഗത്തിൽ അധർമ്മവും പാപവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ അവതാരം സ്വീകരിക്കേണ്ടതായിട്ട് വന്നില്ല. മറ്റു 3 യുഗങ്ങളിലും ഭഗവാന് പല രൂപത്തിൽ അവതരിക്കേണ്ടി വന്നു. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഭഗവാൻ അവതരിക്കുന്നു. അവതാരങ്ങളിൽ മുഖ്യമായവയെ ദശാവതാരങ്ങളെന്ന് പറയുന്നു. പുരാണങ്ങൾ നിരവധി അംശാവതാരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. 3 യുഗങ്ങളിലും അവതരിച്ച ഭഗവാൻ വാമനാവതാരത്തിൽ 3 ചുവടുകൊണ്ട് ലോകത്തെ അതിക്രമിച്ചു. കാലത്തിന് ഭൂതം, വർത്തമാനം, ഭാവി എന്ന 3 വിഭാഗങ്ങൾ കൽപ്പിക്കാറുണ്ട്. ഭഗവാനെ ഭജിക്കുന്നതിന് ആചാര്യന്മാർ 3 യോഗങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. ഇവയിൽ ഏതിലൂടെയും ഭഗവാനെ പ്രാപിക്കാം. അപ്പോൾ സൂക്ഷ്മമായി ആലോചിച്ചാൽ 3 യോഗങ്ങളും ഓരോ യോഗത്തിൻ്റെ ഭാവവ്യത്യാസങ്ങൾ തന്നെയാണെന്ന് കാണാം. ആ 3 കൊണ്ടും ഭഗവാനെ ഭജിക്കാമെന്ന തീരുമാനത്തിൽ നമുക്കും ആചാര്യനെ പിന്തുടരാം. ശ്ലോകം 10. സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപുർ നിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തത് നിരവധി മഹിമോല്ലാസി നിർലീനമന്തർ നിസ്സംഗാനാമുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്ര പ്രകാശം. തവാ തത് അങ്ങയുടെ വപു അല്ലെങ്കിൽ തത് വപു ആ ശരീരം, സത്യം സത്യമായും ശുദ്ധമായും വിബുദ്ധം ജ്ഞാനരൂപമായും നിത്യമുക്തം എന്നും ബന്ധങ്ങളില്ലാത്തതായും നിരീഹം ആഗ്രഹങ്ങളില്ലാത്തതായും നിർദ്വന്ദ്വം രണ്ടെന്ന ഭാവമില്ലാത്തതായും നിർവികാരം മാറ്റങ്ങളില്ലാത്തതായും നിഖില ഗുണ ഗണ വ്യഞ്ജന ആധാര ഭൂതം എല്ലാ ഗുണഗണങ്ങളുടെയും പ്രകാശത്തിന് കാരണഭൂതമായും നിർമൂലം കാരണമായി മറ്റൊന്നില്ലാത്തതായും നിർമ്മലം രാഗക്രോധാദികളായ മരങ്ങളില്ലാത്തതായും നിരവധി മഹിമോല്ലാസി അവസാനമില്ലാത്ത മഹിമാവ് കൊണ്ട് ഉല്ലസിക്കുന്നതായും നിസ്സംഗാനാമുനീനാം നിസ്സംഗരായ മുനിമാരുടെ ഉള്ളിൽ നിർലീനം ലയിച്ചിരിക്കുന്നതായും നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം ഉപമയില്ലാത്ത പരമാനന്ദം കൊണ്ട് സാന്ദ്രമായ പ്രകാശമുള്ളതായും ജയതി വിജയിക്കുന്നു. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നിവ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നതായിട്ട് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്രകാരം ആരാധിക്കപ്പെടുന്ന ഭഗവത് രൂപത്തെ ഈ ശ്ലോകത്തിൽ അവതരിപ്പിക്കുന്നു. വിശേഷണങ്ങളുടെ ഒരു പരമ്പര കൊണ്ടാണ് ഭഗവത് രൂപം ഇവിടെ അവതരിപ്പിക്കുന്നത്. സത്യം ശുദ്ധം വിബുദ്ധം നിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം നിരവധി മഹിമോല്ലാസി നിസ്സംഗാനാമുനീനാം അന്തനിർലീനം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. ഈ പദങ്ങളുടെ അർത്ഥം അറിഞ്ഞാൽ ഭഗവത് രൂപത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. സത്യം യഥാർത്ഥമായത്, ശുദ്ധം കളങ്കമില്ലാത്തത്, വിബുദ്ധം ജ്ഞാനരൂപമായത്, നിത്യമുക്തം പ്രപഞ്ചവും അതിലുള്ള എല്ലാ വസ്തുക്കളും ജീവികളും പരസ്പര ഉള്ളവയാണെന്ന ബോധം, നിരീഹം ഈഹയില്ലാത്തത് ഇച്ഛ ആഗ്രഹമില്ലാത്തത്, നിർദ്വന്ദ്വം ഇല്ലാത്ത അവസ്ഥ, നിർവികാരം വികാരങ്ങളില്ലാത്തത്, നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം സത്വം രജസ് തമസ് എന്നിവ എല്ലാ ജീവികളുടെയും വസ്തുക്കളുടെയും ആധാരമായ ഗുണങ്ങളാണ്. എല്ലാ ഗുണങ്ങളെയും പ്രകാശിപ്പിക്കുന്നതും അവയ്ക്ക് ആധാരഭൂതവുമായ ബ്രഹ്മചൈതന്യത്തെ തന്നെയാണ് എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. നിർമൂലം കാരണമായിട്ട് മറ്റൊന്നും ഇല്ലാത്തത്, നിർമ്മലം മലം എന്നതിന് അഴുക്കെന്നാണ് അർത്ഥം, പഴുക്കില്ലാത്തത്, നിരവധി മഹിമോല്ലാസി അവധിയില്ലാത്ത അല്ലെങ്കിൽ എണ്ണിപ്പറയാനോ അതിർത്തി കൊണ്ട് നിർണയിക്കാനോ ആകാത്ത വിധം അസംഖ്യമായ മഹിമകളോടെ ശോഭിക്കുന്നത്, നിസ്സംഗാനാമുനീനാം അന്തനിർലീനം മേൽ വിവരിച്ച 11 ഗുണങ്ങളോടും കൂടിയ ബ്രഹ്മം മനുഷ്യരിൽ ആർക്കെങ്കിലും ഉൾക്കൊള്ളാനാകുന്നതാണോ എന്ന് സംശയം തോന്നാം. അതിനു മറുപടി നിസ്സംഗരായ മുനിമാരുടെ ഉള്ളിൽ അത് ലയിച്ചിരിക്കുന്നു എന്നാണ്. നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം മറ്റൊന്നിനോടും ഉപമിക്കാനാകാത്തതും സാന്ദ്രവും പരമാനന്ദ രൂപവുമായ പ്രകാശം. ഇങ്ങനെയുള്ള ബ്രഹ്മരൂപമായ ഭഗവത് രൂപം വിജയിക്കുന്നു. ശ്ലോകം 11. ദുർവാരം ദ്വാദശാരം ത്രിശത പരിമിളത് ഷഷ്ടിപർവാഭിവീതം സംഭ്രാപ്യത് ക്രൂരവേഗം ക്ഷണമനു ജഗദാഛിദ്യ സന്ധാവമാനം ചക്രം തേ കാലരൂപം വ്യഥയതുനതുമാം
ത്വത്പദേകാവലംബം വിഷ്ണു കാരുണ്യസിന്ധു പവനപുരപദേ പാഹി സർവാമയൗഘാത്. ദുർവാരം തടയാനാകാത്തതും 12 12 ആരക്കാലുകൾ ഉള്ളതും 300 പരിമിളർ ഷഷ്ടി 360 പർവ്വങ്ങൾ അല്ലെങ്കിൽ മുനകളാൽ ചുറ്റപ്പെട്ട ക്രൂരവേഗം ക്രൂരമായ തീവ്രമായ വേഗമുള്ളതും സംഭ്രാമ്യ ചുറ്റിക്കറങ്ങുന്നതും ക്ഷണം തോറും ജഗത് ആച്ഛിദ്യ ജഗത്തിനെ മുറിച്ചിട്ട് സന്ധാവമാനം സഞ്ചരിക്കുന്നതുമായ തേ കാലരൂപം ചക്രം തു നിന്റെ കാലരൂപമായ ചക്രമാകട്ടെ. ത്വത്പദൈകാവലംബം നിന്റെ പാദം മാത്രം ആശ്രയമായുള്ള മാം ന വ്യഥേതു എന്നെ ദുഃഖിപ്പിക്കരുതേ. കാരുണ്യസിന്ധു കരുണക്കടലായ പവനപുരപദേ ഗുരുവായൂരപ്പ സർവാമയോഘാതി എല്ലാ രോഗങ്ങളിൽ നിന്നും പാഹി രക്ഷിക്കണമേ. ഭഗവാന്റെ കാലചക്രത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. ഭഗവാൻ ചക്രപാണിയാണ്. 4 തൃക്കൈകളിൽ ഒന്നിൻ്റെ ഒരു വിരലിനെ ആശ്രയിച്ച് ഭക്തന്മാർക്ക് സുദർശനമായ ചക്രം അവിരാമം ഭ്രമണം ചെയ്യുന്നത് കാണാൻ പറ്റും. ആ ചക്രത്തിൻ്റെ പ്രവർത്തനം ആർക്കും തടയാനായിട്ട് കഴിയില്ല. 12 ആരക്കാലുകൾ ആ ചക്രത്തിനുണ്ട്. 12 മാസങ്ങളെയാണ് ആ കാലചക്രത്തിൻ്റെ 12 ആരക്കാലുകൾ കൽപ്പിച്ചിരിക്കുന്നത്. അതിനെ 360 മുനകൾ ആവരണം ചെയ്യുന്നു. ആ മുനകൾ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാത്തിനെയും ക്രമത്തിൽ ഛേദിച്ചുകൊണ്ട് ക്രൂരമായ വേഗത്തോടെ കറങ്ങുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാം കാലഗതിയിൽ നശിക്കുന്നതാണ്. കാലചക്രം അതിൻ്റെ ദുർവാരമായ ഭ്രമണം നടത്തുമ്പോൾ ദിവസങ്ങൾ എന്ന അതിൻ്റെ മുനകൾ എല്ലാവരുടെയും ജീവിതത്തിൻ്റെയും അംശങ്ങൾ മുറിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന ആലങ്കാരികമായ പ്രയോഗം. കാലചക്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജീവികൾക്ക് സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ജീവികളുടെ സുഖദുഃഖങ്ങളെ കാലചക്രം പരിഗണിക്കുന്നില്ല. തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് കാലചക്രഭ്രമണം സുഖദായകമായ ആകും. കാലം കൊണ്ട് ജീവിതദൈർഘ്യം ക്രമമായി കുറയുന്നത് അനിവാര്യമായിരിക്കെ ആ കുറയൽ ആഹ്ലാദകരമായ അനുഭൂതിയാകും. കരുണക്കടലായ വിഷ്ണു ഭഗവാനെ എന്നെ എല്ലാ ആമയങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് അദ്ദേഹത്തെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് നമുക്കും ഏറ്റുപറയാം. വിഷ്ണു കാരുണ്യസിന്ധു പവനപുരപദേ പാഹി സർവാമയൗഘാത്.